ഇന്നത്തെ സായാഹ്നം കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ പഞ്ചായത്തിലെ ചന്ദ്രേട്ടൻ്റെ കൂടെയാണ്. ഒരു തരി മണ്ണുപോലുമില്ലാതെ മുളപ്പിച്ച ചേനക്കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ദിവസമാണ് ഇന്ന്. ചന്ദ്രേട്ടൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും ഈ അവസരത്തിൽ പങ്കുചേരുകയാണ്. അപ്പം നമസ്കാരം. നമ്മൾ ഇന്ന് ചന്ദ്രേട്ടൻ്റെ ചേനക്കൃഷിൻ്റെ വിളവെടുപ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. 6 മാസം മുമ്പ് നമ്മൾ എങ്ങനെയാണ് മണ്ണില്ലാതെ ചേന കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ 6 മാസത്തിന് ശേഷം ഇപ്പോൾ ചന്ദ്രേട്ടൻ്റെ അടുത്ത് വീണ്ടും വന്നേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അന്ന് നമ്മൾ നട്ട ചേന വിളവെടുക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ചന്ദ്രേട്ടൻ അതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പം ഇന്നത്തെ വീഡിയോ വിളവെടുക്കുന്നതിനുള്ള വീഡിയോ ആണ്. അത് നമുക്ക് നല്ല രീതിയിൽ ചന്ദ്രേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഇത് വിളവെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വിളവെടുപ്പിന് മുമ്പേ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇത് ഏത് കുട്ടികൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. അപ്പോൾ ഇത് നല്ല ഒരു മാതൃഭൂമി ചാനലിൽ അങ്ങനെ എല്ലാ പേപ്പറിലും വന്നതാണ്. അപ്പോൾ ഇത് വിളവെടുപ്പ് എങ്ങനെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭമാണ് ഇന്ന്. അപ്പോൾ സാറ് അതിനാണ് വന്നത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് സമയത്തിൻ്റെ ഇടയ്ക്ക് വിളവെടുക്കും. കൃഷി ഓഫീസറെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഒരു തരി മണ്ണ് പോലുമില്ലാതെ ഒരു ചാക്കിൽ കരിയിലയും ജൈവവളങ്ങളും കൊണ്ട് മുളപ്പിച്ചെടുത്ത ചേനയാണ് 6 മാസങ്ങൾക്ക് ശേഷം നാം ഇപ്പോൾ കാണുന്നത്. ഇരുപത്തഞ്ച് ചാക്കുകളിലായിട്ടാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രേട്ടൻ ഈ ചേനകളെല്ലാം കുഴിച്ചിട്ടത്. പറമ്പിലെ കരിയിലകളും വെണ്ണീറും മറ്റ് ജൈവവളങ്ങളും ചേർത്തുകൊണ്ടാണ് പൂർണ്ണമായും ഈ ചേനകളെല്ലാം മുളപ്പിച്ചെടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്തുള്ള സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുന്ന ഭാഗത്താണ് ഈ ചേനകളെല്ലാം ചാക്കുകളായി വച്ചിരിക്കുന്നത്. വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കൃഷി ഓഫീസർ ശ്രീജ മേഡവും വന്നു ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ കൂടാതെ മാതൃഭൂമി ചാനലിലെ കൃഷിഭൂമി എന്ന പരിപാടിയുടെ ടീം അംഗങ്ങളും ഈ ഉത്സവം കാണുന്നതിന് വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ കർഷക സംഘം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി സാറും അതുപോലെ തന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറായ അനിത ചേച്ചിയും എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആദ്യത്തെ ചേനയുടെ വിളവെടുക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസർ മുന്നോട്ട് വന്നു. ചാക്കിൽ കരിയില മാത്രം ആയതിനാൽ പെട്ടെന്ന് തന്നെ ചേന പുറത്തെടുക്കാൻ സാധിച്ചു.
പിന്നീട് പഞ്ചായത്ത് വാർഡ് മെമ്പർ അനിത ചേച്ചിയും ചേന വിളവെടുക്കാൻ തുടങ്ങി. ഓരോ ചേനകളും ഏകദേശം 6.5 കിലോ മുതൽ 9.5 കിലോ വരെ തൂക്കമുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ മകൻ അതുലും ചന്ദ്രേട്ടനും ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഓരോ ചാക്കിലെയും ചേനകൾ പുറത്തെടുക്കാൻ തുടങ്ങി. നല്ല മഴയുള്ളതിനാൽ ചില ചേനകളുടെ തണ്ട് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ചേന ഏകദേശം 8 കിലോ തൂക്കമുണ്ടായിരുന്നു. വിളവെടുപ്പിനെ അല്പനേരം തടസ്സപ്പെടുത്തിക്കൊണ്ട് അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. എന്നാൽ മഴയൊന്നും വകവെക്കാതെ ചന്ദ്രേട്ടനും മകൻ അതുലുമെല്ലാം ബാക്കിയുള്ള ചാക്കുകളിലെ ചേനയെല്ലാം പുറത്തെടുക്കാൻ തുടങ്ങി. ചാക്കിൽ നിറച്ചിരിക്കുന്നത് പൂർണ്ണമായും കരിയിലയും മറ്റു ജൈവവളങ്ങളുമായതിനാൽ ചാക്കിൽ നിന്നും ചേന എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ജൈവവളം പച്ചക്കറികൾക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് ചന്ദ്രേട്ടൻ പറഞ്ഞു തന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ചന്ദ്രേട്ടൻ ഈ ചേന കൃഷി ചെയ്യുമ്പോൾ ഞാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ അനായാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ ചാക്കിലും കരിയിലയും ഏകദേശം 1.5 കിലോ വരുന്ന ചേനയുടെ വിത്തുമെല്ലാം അന്ന് നട്ടത്. അങ്ങനെ 5 മണിയായപ്പോഴേക്കും ചന്ദ്രേട്ടൻ എല്ലാ ചേനകളും ചാക്കിൽ നിന്ന് പുറത്തെടുത്തു. അത്യാവശ്യം തരക്കേടില്ലാത്ത വലിപ്പമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ചേന തൂക്കിയപ്പോൾ 9,400 അല്ലേ, 9,400 വന്നിട്ടുണ്ട് ഒരു ചേന, വലിയ വലിപ്പമുള്ളത്. അപ്പോൾ 6 കിലോയിൽ മേലോട്ട് എന്തായാലും ഉണ്ട്. എല്ലാം ഒരു ഇതൊക്കെ തൂക്കി നോക്കി, അപ്പോൾ ഏകദേശം 6 കിലോയിൽ മേലോട്ടുണ്ട്. 9,400 വരെ ഉണ്ട്. അപ്പം നല്ലൊരു മണ്ണിലുണ്ടാക്കുന്ന അതേ മണ്ണിൽ സാറിന് കുഴിച്ചിട്ടാൽ ഒരു ശരാശരി 4 കിലോ 5 കിലോ. പക്ഷേ പിന്നെ ഇത്ര മൂക്കാൻ വെക്കില്ല. അതിലാകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ കൊത്തിപ്പോവും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. പറമ്പിലാച്ചുമ്പോൾ മൂപ്പ് കൂടുതൽ വെക്കാം. വയലിൽ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലത്തായതുകൊണ്ട് വേഗം കൊത്തി ഒഴിവാക്കും. അപ്പോൾ ഒരു 4 കിലോ 5 കിലോ ഒക്കെ ശരാശരി കിട്ടുള്ളൂ. അത്യാവശ്യം തരക്കേടില്ലാത്ത വിള തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും മാതൃകയാക്കാവുന്ന പറ്റിയൊരു കൃഷിയാണ്. എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ. പിന്നെ ഈ നമ്മൾ ഒഴിവാക്കുന്ന കരിയില, കത്തിച്ച് കളയുന്ന കരിയിലാണ് ഇപ്പോൾ ഇത് ഉപയോഗപ്രദമാക്കിയിട്ട് കൃഷിരീതിക്ക് ഇറക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു കൃഷി രീതിയാണിത്. അപ്പോൾ മണ്ണില്ലാതെ വെള്ളത്തിൽ ഫ്ലോട്ടിങ് കൃഷിയൊക്കെ ഉണ്ട്. അതേമാതിരി മണ്ണില്ലാതെ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കൃഷിയാണ്. ഈ ചപ്പിൽ ഉണ്ടാക്കുന്നത്. മറ്റ് ഫ്ലോട്ടിംഗ് ഒക്കെ വെള്ളത്തിൻ്റെ മേലെയൊക്കെ കൃഷിയുണ്ട്, കരിങ്കല്ലിലൊക്കെ കൃഷിയുണ്ട്. അതേമാതിരി ഇല്ല, ഇതിപ്പോൾ ഒരു പ്രത്യേക തരം കൃഷിയാണ്. ഏകദേശം 5 വർഷമായി ഞാൻ ഈ കൃഷി എല്ലാ മാസവും തുടരാൻ, എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുണ്ട്.
എല്ലാം കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിലത്തേനൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ കൂടി വരിക. ഇപ്പോൾ കൃഷി പഠിച്ചു, മറ്റേ ഞാൻ പഠിച്ചിട്ടില്ല, നമ്മൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കുള്ള അതിൻ്റെ ഐഡിയ മനസ്സിലായത്. ഇനിയിപ്പോൾ ഇത് ചാക്കല്ലാതെ നമുക്ക് ഡ്രമ്മിൽ ഉണ്ടാക്കുക വെച്ചാൽ കുറച്ചുകൂടി സൗകര്യമാണ്. ചാക്ക് ചരിയില്ല, ഇത് ചാക്ക് ചരിയോ, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നൂർത്തി വെക്കണം. ചപ്പാണല്ലോ, വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഇത് ഇലേൻ്റെ കനവും തണ്ടിൻ്റെ കനമൊക്കെ വരുമ്പം ഈ ചാക്ക് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡ്രമ്മാണെങ്കിൽ പഴയ ഡ്രം വാങ്ങിച്ചാൽ ഇത് അരട്ട് കൊടുത്താൽ മതി, വെള്ളം ഒഴിവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചമാവും. ഇതിൻ്റെ പരിപാലനം ഞാൻ മുമ്പേ പറഞ്ഞതാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയാം. ആദ്യമായിട്ട് ചാക്ക് എടുക്കുക. ചാക്കിൽ നല്ല ഉറപ്പുള്ളതും വെള്ളം നിൽക്കാത്ത ചാക്കായിരിക്കണം. അതിന് ശേഷം അതിൽ ഒരു പകുതിയിലധികം പിന്നെ കരിയില നിറയ്ക്കുക. കരിയില നിറച്ചിട്ട് മുളച്ച ചേനവിത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ 1 കിലോ ആണ് വെക്കുക കൃഷിയിൽ മണ്ണിൽ വെക്കുമ്പോൾ. അതായത് വലിയ ചേനയ്ക്ക് ആവശ്യക്കാരില്ല, വിലയും കുറവാണ്. ചെറിയ ചേനയ്ക്കാണ് ഡിമാൻഡ്. അപ്പോൾ അനുസരിച്ച് മണ്ണിൽ വെക്കുന്ന കൃഷി പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ലോ, നമ്മൾ എത്രണ്ട് വലിപ്പം ഉണ്ടാകുന്നത് അത്രണ്ട് മെച്ചമായിട്ടാണ് കാണുക. അപ്പം മുറ്റത്തുള്ള കൃഷിയാണ്. അപ്പോൾ ഇത് നല്ലൊരു രീതിയാണ്, ഏവർക്കും പിന്തുണ. ഈ ചപ്പാണ്, ഈ ചപ്പ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേറൊരു. എന്താ പരിസര മലിനീകരണം ഉണ്ടാവില്ല. ഈ ചപ്പുകരകളൊക്കെ ഇതിൽ നിത്യം അടിച്ചിട്ട് ഇതിലിട്ടാൽ നമ്മൾ ചാണകമൊക്കെ കലക്കി ഒഴിക്കുന്നതുകൊണ്ട് ഇത് സൂക്ഷ്മാണുക്കൾ പെരുകിയിട്ട് ഇത് ദ്രവിച്ച് ഈ കൃഷിക്ക് ഉപയോഗപ്രദമാകുക. ഇനി തന്നെയല്ല, അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ വേണ്ട, ഇത് ഇത്രയും ഒരു 10-200 കിലോ ഉണ്ടാവും. ഈ 200 കിലോ പിന്നെ കമ്പോസ്റ്റ്. അത് ഈ കമ്പോസ്റ്റ് ഇതിനൊരു പകുതി വളം എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. ഞാനിങ്ങനെ നിത്യം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് പകുതി വളം ഉണ്ടാവും. അപ്പോൾ മറ്റു കൃഷികൾക്ക് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യാം. രാസവളം തൊട്ടിട്ടില്ല. ഞാൻ BP അതായത് ഭാരതീയ പ്രതികൃഷി പദ്ധതിയുടെ പെരുവൽ പഞ്ചായത്തിൻ്റെ കുന്നമലം ബ്ലോക്ക് പ്രതിനിധിയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഇത് ജൈവവളം അല്ലാണ്ട് രാസവളം ചേർത്ത് കൃഷി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നല്ലൊരു കൃഷി രീതിയാണ് ഇത്. രാസവളം കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി ഏകദേശം ഒരു പകുതിയുടെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അല്ല, അത് രോഗം വരാതെ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഒരു അറിവും, ഈ ഞങ്ങളും കൃഷിയിലിരിക്കുന്ന എല്ലാവരും കൃഷിയിലേക്കാണല്ലോ. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണം, അതിനുള്ളൊരു നടപടിയാണ്. കൃഷി ഓഫീസർ ഇവിടെ ഉണ്ട്, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയൂ. അപ്പോൾ നല്ല കൃഷി രീതി ആർക്കും മാതൃകയാക്കാൻ പറ്റുക. ഇപ്പോൾ 6 മാസം വേണ്ട, 5-5.5 മാസം മതി. അപ്പം നമ്മളെ മുറ്റം വെറുതെ കിടക്കുക. നല്ല വെയിലും കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു ടെറസിലും ചെയ്യുക, വരമ്പത്ത് ചെയ്യുക, മതിലിൻ്റെ മുകളിൽ ചെയ്യുക, എവിടെ സൂര്യപ്രകാശം ഉണ്ടോ അവിടെയൊക്കെ ചെയ്യുക. ഇത് സാധാരണ ഇത് നടുന്ന ചേന മുളച്ച് വരുമ്പോൾ, അതായത് മഴക്കാലം തുടങ്ങുമ്പോൾ, ഈ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താകുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴൊക്കെ ഒരു 10 ദിവസം മഴ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലാഭമുണ്ട്. സാധാരണ കൃഷികളൊക്കെ വയലൊക്കെ ഉണ്ടാക്കി നനച്ച് നല്ല അധ്വാനമുണ്ട്. ഇതിന് ആ അധ്വാനം ഇല്ല. യാതൊരു പിന്നെ പണിയായുധങ്ങളും വേണ്ടാത്ത ഒരു കൃഷിയാണ്. ഇതിപ്പോൾ ഒരു ബ്ലേഡ് ഉണ്ടായാൽ മതി. ഒരു കത്തിക്ക് പോയ ബ്ലേഡ് എടുത്താലും ഈ ചാക്ക് കീറുക, അല്ല ചാക്ക് മറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി അഴുകിയതായതുകൊണ്ട് ചാക്ക് മറയ്ക്കാൻ പറ്റും. ഇത് കൂടുതൽ ജീവനുള്ള വേരുള്ളപ്പോൾ അങ്ങനെ മറയ്ക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂട്ടാൻ ഉദ്ദേശമില്ലായിട്ടല്ല, നല്ല ഉദ്ദേശം മനസ്സൊക്കെ ഉണ്ട്. ആരോഗ്യം കുറച്ച് മോശമായതുകൊണ്ടും പിന്നെ നമുക്ക് എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഈ മഴക്കാലത്താണുള്ളത് കൃഷി. ഇവിടെ സൂര്യപ്രകാശം കിട്ടുന്നത് ഏകദേശം ഏരിയ ഇവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃഷി ഉണ്ടാക്കുമ്പോൾ ഈ അയലമ്മൽ തുണി ചിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമമുള്ളൂ. ബാക്കി നമ്മളെ മനസ്സുണ്ടെങ്കിൽ എവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. പിന്നെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കും, കുറച്ചൊക്കെ ഉപയോഗിക്കും. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള വിത്തിന് വെക്കുക സാധാരണ ചെയ്യുന്നത്. ഇതെങ്ങനെ കമത്തിയിട്ടാൽ അടുത്ത വർഷം ഒരു 5-6 മാസം കഴിഞ്ഞാൽ ഇതിന് മുള വരും. അന്നേരമാണ് ഇത് കട്ട് ചെയ്ത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. 100% ശരിയാണ്, മണ്ണ് വേണമെന്നില്ല. അതാണിപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ 6 മാസത്തിന് ശേഷം ചന്ദ്രേട്ടൻ്റെ ചേനക്കൃഷിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു, അതിൽ പങ്കാളിയാകാൻ പറ്റി. അപ്പോൾ നമ്മളന്ന് ഏകദേശം ഒരു 1.5 കിലോയിലെ ചേന വിത്താണ് നമ്മൾ നട്ടിരുന്നത്. ഇന്നിപ്പോൾ അത് 6.5 കിലോ മുതൽ 9.5 കിലോ വരെയുള്ള 25 ചേനയായിട്ട് ഞങ്ങൾ ഇന്ന് വിളവെടുക്കാൻ സാധിച്ചു. അപ്പം നന്ദിയുണ്ട് ചന്ദ്രേട്ടാ ഈ മാതൃക കാണിച്ചു തന്നതിന്. അപ്പോൾ ഇനിയും ചന്ദ്രേട്ടൻ്റെ ഒരുപാട് ഇങ്ങനെ കൃഷി രീതികളൊക്കെ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി ചന്ദ്രേട്ടൻ്റെ മകൻ അതുലിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ചേനേൻ്റെ വിളവെടുപ്പ് ഇപ്പം നടന്നിരിക്കുകയാണ്. ഏകദേശം 9,400 കിലോ ഒരു ചേന വെയിറ്റ് ഉണ്ട്. നല്ല ഒരു വിളവെടുപ്പാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ ഒരു തരി മണ്ണില്ലാതെ എങ്ങനെ എളുപ്പത്തിൽ ചേനക്കൃഷി ചെയ്യാം എന്നുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.